മണ്ടാതെ ചെപ്പുന്ന മാനക്കെ കല്ലെന്തോ കയ്യിൽ വാമതിയെ. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് ഞാൻ പഞ്ചതന്ത്ര കഥ പറയാൻ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരൊന്നും കുറച്ച് മുമ്പ് വരെ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നില്ല. കാരണം അവർ വീടുകളിൽ ആ 4 ചുമരുകളിൽ ഒതുങ്ങിക്കൂടാറായിരുന്നു പതിവ്. ഇന്ന് അങ്ങനെയല്ല. പല കമ്മ്യൂണിറ്റികളും അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ അവർക്ക് പഠിക്കാനും അവരുടെ കഴിവുകളെ സമൂഹത്തിൽ അറിയിക്കാനുള്ള പല സൗകര്യങ്ങളും ഇന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത്, ശരിയല്ലേ? എന്തായാലും എൻഡ്ലെസ് ടച്ചിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതുപോലുള്ള ഡിസേബിലിറ്റി ഉള്ള കുറച്ച് കൊച്ചുങ്ങൾ അവരുടെ കഴിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. തല ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ ഒരു സ്കൂളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഇതുപോലുള്ള ഡിസബിലിറ്റി ഉള്ള പല കുട്ടികളുണ്ട്. ചിലവർക്ക് ചിത്രം വര, അതുപോലെ തന്നെ ചിലവർ നല്ല സംഗീതത്തിനോട് താല്പര്യമുള്ളവർ, അങ്ങനെ പല അവരുടെ കഴിവുകൾ നമുക്ക് കാണാം. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി രാജു എന്ന് പറയുന്ന ഒരു ആളുണ്ട്. രാജു പ്രാർത്ഥന എന്ന് വിളിക്കുക. ഇതുപോലെ തന്നെ ഒരു ഡിസബിലിറ്റി ഉള്ള ആളാണ്. ആളുടെ കെയർ ഓഫിലാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വന്നിട്ട് മൊടവന്നൂർ മേഴത്തൂരാണ് സംഭവം, തൃത്താല ഗ്രാമപഞ്ചായത്തിൽ. നമുക്കിനി ആ സ്കൂളിൻ്റെ പരിധിയിലേക്ക് പോവാം. ഇവിടെ നല്ലൊരു ഒഴിഞ്ഞ ഒരു കുന്നിൻ പ്രദേശത്ത് തന്നെയാണ് സ്കൂള്. നല്ല കാഴ്ച ഭംഗിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവരൊക്കെ പരിചയപ്പെടണം. ഇവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. എന്താ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഒരു ഹായ് ഞാൻ ആദ്യം പറയാം. ഹായ്, എല്ലാവരും ഹായ് പറഞ്ഞേ. നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ചോദിക്കാം, പേരെന്താണ്? ജസീല. അടുത്ത ആള് പേര് പറയോ? പറയില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്താ പേര്? വിജിഷ. അടുത്ത ആള് നിവേദ്യ. നിങ്ങളുടെ പേര്? ഓക്കെ. മുഹമ്മദ് സാലിഹ്. മുഹമ്മദ് ഹസൻ. ബിജു. ഇയാളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആളെ ഒരു കെയർ ഓഫിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാജു പ്രാർത്ഥന അല്ലേ? നമ്മളിപ്പോൾ ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ചില ആളുകൾക്ക് അത് പറയാൻ പറ്റുന്നില്ല. കാരണം ഡിസബിലിറ്റി പല വിധത്തിലുണ്ട്. സംസാരത്തിൽ, ചെവി, അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ. എന്തായാലും നമുക്ക് ഇവരുടെ കഴിവുകൾ അധികം വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഇതിൽ പല കഴിവുകളുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ നമുക്ക് പരിചയപ്പെടണം. അവരുടെ ഓരോ കഴിവുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ ബഡ്സ് സ്കൂളത്തെ ടീച്ചേഴ്സിനെ പരിചയപ്പെടാം. മാഡത്തിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇന്ദു. വീട് എവിടാ? ഞാൻ കൂറ്റനാടാണ് വീട്. കൂറ്റനാട്. ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്ര? നമ്മൾ 2017 ഈ തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഏകദേശം 8 വർഷത്തോളമായി. നമ്മൾ ഒരു വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അതായത് മെൻ്റലി റിട്ടാർഡഡ്, ഓട്ടിസം, അതുപോലെ തന്നെ CP, മൾട്ടിപ്പിൾ ഡിസേബിൾഡ്, OH, അങ്ങനെ എല്ലാ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും ഉണ്ട്. 46ഓളം കുട്ടികളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ അഡ്മിഷൻ ആയിട്ടുള്ളത്. 46 കുട്ടികൾ നമുക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ട്. അതിലൊരു 30ഓളം കുട്ടികൾ ഡെയിലി ദിവസം വന്നു പോകുന്ന കുട്ടികളാണ്. ഇവരോട് വന്നതിന്റെ ശേഷം ഇവരുടെ ആദ്യത്തെ രീതിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉണ്ടോ? കുറേ മാറ്റങ്ങളുണ്ട്. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കുറേ സ്പീച്ച് തന്നെ കുറവായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ അവർക്ക് ഇമ്പ്രൂവ് സ്പീച്ചിലൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ബിഹേവിയറിൽ വളരെ ചേഞ്ച് വന്നു. ആദ്യമൊക്കെ നമുക്ക് അവരെ അടക്കിയിരുത്തേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അവർ ഒന്നും നമ്മൾ പറയണോട്ടൊന്നും
നമുക്ക് തിരിച്ച് നമ്മൾ പറയുന്ന പോലെ കേൾക്കാത്ത ഒരു രീതിയിലായിരുന്നു. ഇപ്പോൾ അവർക്ക് ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഒരാൾ പുറത്തുനിന്ന് വന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ. നമുക്ക് വർക്കിംഗ് ടൈം എങ്ങനെ, സ്കൂളിന്റെ ടൈമിംഗ്? നമുക്ക് വർക്കിംഗ് ടൈം നമുക്ക് 8:30-ക്കാണ് നമ്മുടെ കുട്ടികളെ എടുത്ത് തുടങ്ങുക വണ്ടിയിൽ. നമുക്ക് ഇവിടെ സ്റ്റാഫായിട്ടുള്ളത് 2 ടീച്ചേഴ്സ് ഉണ്ട്, 2 ആയ ഉണ്ട്. പിന്നെ നമ്മൾ പാലിയേറ്റീവിൻ്റെ വാഹനമാണ് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രൈവറും കൂടെ അതിനുണ്ട്. ഏകദേശം രാവിലെ 8:30യോട് കൂടിയിട്ട് നമ്മൾ കുട്ടികളെ എടുത്ത് തുടങ്ങും. അതൊരു 10:30 ആകുമ്പോഴേക്കും 2-3 ട്രിപ്പായിട്ട് കുട്ടികളെ എടുക്കും. 10:30യോട് കൂടിയിട്ട് കുട്ടികളെ എത്തിച്ചേരും. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസം ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. മാഡത്തിന്റെ പേര്? ആൻസി. ആൻസി, എവിടെ വീട്? കുന്നംകുളം. കുന്നംകുളം. അപ്പോൾ ഡെയിലി കുന്നംകുളത്തും ഇങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ? ഞാൻ 7 വർഷത്തോളമായി ഇവിടെ ഉണ്ട്, വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം അല്ലേ? എപ്പോഴും ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ, ഇവർക്ക് ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവരായിട്ടുള്ള ഇടപഴകലിലൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ? ഹാപ്പിയാണ്. വീടിനേക്കാളും ഹാപ്പി ഇവിടെയാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് അല്ലേ? സന്തോഷം. ഓക്കെ, അടുത്ത ആളെ പരിചയപ്പെടാം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സാജിദ. സാജിദ. എവിടെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യണേ? ആയിട്ട്. അപ്പോൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാവും. ഇവർക്കുള്ള ഫുഡൊക്കെ എന്താ ഇവിടെ ഉണ്ടാക്കുക? അതെ, എന്താ ഫുഡ് കൊടുക്കാറ്? ഓരോ ദിവസവും ഓരോ ഇതാണ്. ഒരു തിങ്കളാഴ്ച സാമ്പാർ, ചോറ്, ഉപ്പേരി, പപ്പടം. ചൊവ്വാഴ്ച മസാലക്കറി, അവിയല്, രസം, പപ്പടം. ഉച്ചഭക്ഷണമാവും പ്രധാനമായിട്ടല്ലേ? ബാക്കിയൊന്നുമില്ല. പിന്നെ കാലത്ത് ബിസ്ക്കറ്റും ചായയും. അതല്ല. ഓക്കെ, ശരി, താങ്ക് യു. നമുക്ക് അടുത്ത ആളും കൂടി പരിചയപ്പെടാം. ചേച്ചിയുടെ പേര്? അനിത. അനിത അല്ലേ? എവിടെ വീട്? കണ്ണന്നൂര്. തൃത്തല പഞ്ചായത്ത്. കണ്ണന്നൂര്, മനസ്സിലായി. തൃത്തല വന്ന് വണ്ടിയിൽ കയറി കുട്ടികളെ എടുക്കാൻ പോകും. സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കുട്ടികളെ എടുക്കാനും പോകണം അല്ലേ? രാവിലെ കുട്ടികളെ എടുക്കാൻ പോകണം. പിന്നെ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യണേ? ഹെൽപ്പറായിട്ട് തന്നെ, ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യം തുടക്കം ഞാനും ടീച്ചറുമായിരുന്നു. പിന്നെ 15 കുട്ടികളും. അപ്പോൾ ആദ്യമൊക്കെ ഇവരെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഓഫ് ഡേ ഒക്കെ വരുമ്പോൾ ഫീൽ ചെയ്യാറുണ്ടോ ഇവരുടെ കൂടെ വരാൻ പറ്റില്ല? വീട്ടിലിരിക്കണേക്കാളും സന്തോഷം ഇവിടെ തന്നെയാണ്. കാരണം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഹാപ്പിയാണ്. രാവിലെ മുതൽ ഇവർ കളിയും ചിരിയും പാട്ടും, ഇതിനേക്കാളും കൂടുതൽ വണ്ടി തന്നെയാണ്. ഇവരുടെ പാട്ടും അതൊക്കെ ആയിട്ട് യാത്ര, ഒരു ടൂർ പോണ മാതിരിയാണ് ഇവർ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ. അന്താക്ഷരി കളിച്ചിട്ടും പിന്നെ കടങ്കഥ പറഞ്ഞും പാട്ടുപാടിയും ഒരു ആഘോഷമായിട്ടാണ് രാവിലെ വരുന്നതും പോണതും ഒക്കെ. ഓക്കെ, സന്തോഷം. ടീച്ചർ ഇവിടെ എത്ര ഏകദേശം ഇപ്പൊ 46 പേരിൽ കുറച്ച് പേരെന്നുള്ളൂ അല്ലേ? ഫുൾ ആളുകൾ? മുഴുവൻ ആളും വന്നിട്ടില്ല. ഓക്കെ, അവരിൽ എന്തൊക്കെ കഴിവുകളുള്ളവരുള്ളത്? ഇവിടെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്, പെയിന്റ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് മിമിക്രി ചെയ്യും, പാട്ട് പാടും, ഡാൻസ് ചെയ്യുന്നവരുണ്ട്. പാലക്കാട് ജില്ലാ കുടുംബശ്രീ ബഡ്സ് കലോത്സവത്തില് നമുക്ക് 5 വർഷം തുടർച്ചയായിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾ അവര് അതിൽ ഏകദേശം ഒരു 10-16 ഐറ്റത്തോളം മത്സരങ്ങൾ വരാറുണ്ട്. നമ്മൾ 9-10 ഐറ്റം ആയിട്ട് നമ്മൾ പങ്കെടുക്കാറുണ്ട്. തുടർച്ചയായിട്ട് നമുക്കത് കിട്ടിയത് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. തുടർച്ചയായിട്ട് നമുക്ക് 5 വർഷത്തോളമായിട്ട് കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്കിനി ഇവരെ പരിചയപ്പെടാം ഓരോരുത്തരായിട്ട്, അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ശരി, ആദ്യം തന്നെ ഇവിടെ എംബോസ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഒരു പെയിന്റിംഗ് രീതി പരിചയപ്പെടാം. ഇത് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി ചെയ്ത് തന്നെയാണ്. നമുക്ക് ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ, ഈ ഒരു പെയിന്റിംഗ് രീതി എങ്ങനെ വരുന്നത്? ഇതാണ് എംബോസ് പെയിന്റിങ്ങിന്റെ ബോക്സ്. ഇത് ഈ ഷീറ്റ് ഇതിനകത്ത് വരും, കളറ് വരും, ബ്രഷ് ഇങ്ങനെ ഒന്നിച്ചാണ് നമുക്ക് കിട്ടുക. ഇതിൽ തന്നെ പിക്ചർ ഉണ്ടാവും. ഇതിൽ നമ്മൾ കളർ കൊടുക്കുക ചെയ്യുക. ഇത് കളർ കൊടുത്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുന്നതാണ്. എങ്ങനെ കളർ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇതിന്റെ ബോക്സിൽ ഇതിൽ കളർ കൊടുക്കുക അല്ലേ? ഈ ചിത്രമാണ് ഇപ്പൊ ഈ കാണുന്നത്. അത് നമ്മൾ ഇതേ രീതിയിൽ കളർ മിക്സ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കുകയാണ്. ഇവിടെ പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഒന്ന് പേര് പറഞ്ഞൊന്നും കൂടി? ജസീന. ജസീന ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ അല്ലേ? നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? മനോഹരമായ പല വർക്കുകളോട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എംബോസ് പെയിന്റിംഗ് ആണ് അല്ലേ? ഇതൊക്കെ ജസീന മാത്രം ചെയ്താണ്. ഓ, വെരി ഗുഡ്. അടുത്ത ആളെ പരിചയപ്പെടാം. ആളുടെ പേര് മുഹമ്മദ് ഹാഷിർ അല്ലേ? ഹാഷിർ നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടെന്ന് പാടുന്നത്? मेरा कीद हमारे कर तू മന്ദാദത്തെ പുന്നമാനൊക്കെ കല്ലന്തോ കയ്യിൽ വാമതിയേ പൊന്നം തിരുവനും പൂവന്തോ വാനം പാതിര തൂവനുണ്ടോ
ഉള്ളി നമ്മുടെ തിരകൾ വരുമ്പോ മോനും പാടുന്നു. അടുത്തൊരു പാട്ട് നമുക്ക് അഫ്സലിന്റെ അടുത്ത് കേൾക്കാം അല്ലെ? അഫ്സൽ നല്ല പേര്. ആ അപ്പൊ ഏത് പാട്ടാ പാടാൻ പോണെ? മലക്കുടി. മലർക്കൊടി. ഓക്കെ, പാടിക്കോളൂ. മലർക്കുടിയേ ഞാനെന്നും പുരുകടലിൽ പോയെന്നും വലന്ന് വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺതൂണിൽ സുബർക്കവും കണ്ട് എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ. ഇനി നമുക്ക് അക്ഷയന്റെ കുറച്ച് മിമിക്രികൾ കാണാം അല്ലേ? അക്ഷയ് എന്തൊക്കെയാണ് എടുക്കാൻ പോണത്? കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ താരങ്ങളും ചെയ്യാം. രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ താരങ്ങളും. രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ താരങ്ങളെയും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, ചെയ്തോളൂ. ആദ്യം ജനാർദ്ദൻ. ഓക്കെ. അടിച്ചടിക്കടാ അവന്റെ കാല്, എന്റെ കാലിലടാ അവന്റെ കാല്. നാച്ചിച്ചു പട്ടച്ചാളയും കൊണ്ട് പറ്റി കൊട്ടാരം നശിപ്പിച്ചു. ഓ അടിപൊളി. അടുത്തത് വിനയ് ഫോർട്ട്. ആരാ? വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്. ഓക്കെ. സിമ്പിളാണ്, എന്തെനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലായാലും വേണം കേട്ടോ. ഓക്കെ, അടുത്തത് സുരേഷ് ഗോപി. പോയി വന്നു, ഈ തൃശ്ശൂർ ഞാൻ എടുക്കുവാ, ഈ തൃശ്ശൂർ എനിക്ക് തരണം. ഓക്കെ, അടുത്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഓക്കെ. അടുത്ത സഖാവ് VS അച്യുതാനന്ദൻ. വളരെ വ്യക്തിതവും ശക്തിതവുമായി പറയുകയാണ് LDF വരും, എല്ലാം ശരിയാകും. സിനിമാ പ്രവർത്തകർ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒക്കെ സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. അടുത്ത എന്താണ്? കാക്ക. പക്ഷികളുടെ. മൃഗങ്ങളും. ഓക്കെ, ശരി. ആദ്യം കാക്ക. തരിക്കുയി. അടുത്ത ഒരു പട്ടി. അത് പട്ടിയെ കല്ലെറിയുന്നു. അടുത്തൊരു പൂച്ച. അടുത്തൊരു പശു. ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അക്ഷയ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അനുകരണമൊക്കെ അടിപൊളി. നമുക്ക് മുഹമ്മദ് സാലിന്റെ പാട്ട് കേൾക്കാം അല്ലേ? ഏത് പാട്ടാ പാടാൻ പോണേ? പഞ്ചതന്ത്രം. ഓക്കെ, എന്നാ പാടിക്കോളൂ. പഞ്ചതന്ത്ര കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പിന്നെ മഞ്ചലിലാട്ടി കഥ പറയൂ. ഇവിടുത്തെ വല്യേട്ടൻ നമ്മളായിട്ട് പിണങ്ങി നിൽക്കുകയാണ് അല്ലേ? വല്യേട്ടൻ്റെ വീഡിയോ ആദ്യം എടുത്തില്ലാന്ന് പറഞ്ഞിട്ട്. വല്യേട്ടൻ ഇപ്പോൾ എത്ര വർഷമായി ടീച്ചർ ഇവിടെ? 8 വർഷമായി അല്ലേ? എനിക്ക് തോന്നുന്നു ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആള് അല്ലേ? ആടെ പേരെന്താ? പ്രജീഷ് അല്ലേ? പ്രജീഷ് അതല്ല, പ്രജീഷ് പിണക്കത്തിലാണോ? എനിക്ക് പ്രജീഷ് ഏട്ടാന്ന് വിളിക്കണോ? പിണക്കത്തിലാണോ? ഇല്ലല്ലോ. ഓക്കെ, ആള് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഒരു ഫീൽ ചെയ്തത് നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ പരിപാടി എടുത്തപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ശരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി പ്രജീഷ് ഏട്ടനാണ് അല്ലേ? ശരിയല്ലേ? ഈ ബഡ്സ് സ്കൂളിൽ ഏറ്റവും പ്രായം കൂടിയ നമ്മുടെ പ്രജീഷ് ഏട്ടനും ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത്. അവരുടെ പേരെന്ന് പറഞ്ഞേ? ആദിത്യൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ആദിത്യനാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞത്. പിന്നെ ഇവരൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അപ് ടു 16, 17, 18 ഒക്കെ അല്ലേ? 18 ഇയേഴ്സ്. അവരിപ്പോഴും വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഉണ്ട്. എന്തായാലും സന്തോഷം എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ. ഇനി ഇവിടെ ബോട്ടിൽ ആർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഇതൊക്കെ ഈ
ഇവിടെ ഉണ്ടാക്കുന്നതാ? ഇത് പ്രത്യാശ യൂണിറ്റ് ഫിനോയിൽ അല്ലേ? തൃത്താല ഗ്രാമപഞ്ചായത്ത്. ഇത് ഹാൻഡ് വാഷ് ലിക്വിഡാണോ? ആ, ഹാൻഡ് വാഷ് ലിക്വിഡ്, അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ടുകൾ അല്ലേ? ഇതൊക്കെ അവർ ചെയ്യണമല്ലോ ഇവിടെ. ഇത് ഇവർക്ക് ഓരോ പ്രോഗ്രാമുകളിൽ കിട്ടിയ ട്രോഫികളാണ്. 4-5 വർഷമായിട്ട് ഇവർ കളക്ട് ചെയ്ത ട്രോഫികളാണിത്. ജില്ലാതല ബഡ്സ് കലോത്സവം ഇന്നസെൻസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ ജില്ലാതല കലോത്സവം ഇന്നസെൻസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, പിന്നെ കുടുംബശ്രീ ജില്ലാതല ബഡ്സ് കലോത്സവം, അങ്ങനെ നിരവധി ട്രോഫികളും ഇവരിവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഖാദി അവരുടെ ഒരു ഉൽപ്പന്നങ്ങളാണ് അല്ലേ ഇവിടെ ഈ ചർക്ക. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ ഇതിലൂടെ പരിശീലിക്കുന്നു. ഇതിൽ ശരിക്കും പരിശീലനം കിട്ടിയ കുട്ടികളുണ്ട് ഇവിടെ? അവര് നമുക്ക് വന്ന് ട്രെയിനിങ് തന്നു. ഒരു 4 കുട്ടികൾക്കാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോണത്. ഖാദി ബോർഡിന്റെ ഒരു ചെറിയ വരുമാനം അവർക്ക് അതിലൂടെ കിട്ടും. നമ്മള് ഈ പഞ്ഞി നൂലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിയുന്നതാണ് പറയാ, ഓരോ കഴിക്ക് ഇത്ര രൂപ വെച്ചിട്ട് കൊടുക്കും. ഇവിടെ തെറാപ്പി റൂമൊക്കെ ഉണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇതിന്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ രാജുവിനെയും കൂട്ടിയിട്ട് ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറുകയാണ്. എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം ഇവരുമായിട്ട് ഇടപഴകിയത് എനിക്കും കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവം എല്ലാ അവയവങ്ങളും തന്നിട്ടും നമ്മൾക്കില്ലാത്ത ചില കഴിവുകൾ ഇവരിലുണ്ട്. അപ്പോൾ ഇവരെ സമൂഹത്തിലേക്ക് ഇതുപോലുള്ള മേഖലകളിലേക്ക് നമുക്ക് ഇനിയും ഇവരെ വളർത്തിയെടുക്കണം. അപ്പോൾ നിങ്ങളും കൂടി വിചാരിക്കണം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തായാലും അവരുടെ പല കഴിവുകൾ നമ്മൾ കണ്ടല്ലേ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ 100% നമ്മൾ ഭാഗ്യവാന്മാരാണ് അല്ലേ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ള കലാപരമായിട്ട് കഴിവുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, 90 48 48 5379. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്. പഞ്ചതന്ത്ര കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ.